ഓം ശാന്തി. 13/7/2022। बाबा कहते मीठे बच्चे, इस शरीर का बान भूल जाओ, अशरीरी बनने का मेहनत करो, क्योंकि अब घर चलना है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഈ ശരീരത്തിന്റെ ബോധം ഉപേക്ഷിക്കൂ, അശരീരിയാകാനായിട്ട് പരിശ്രമിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങി പോകണം. ബാബ പറഞ്ഞത്, ഈ ശരീരബോധത്തെ ഉപേക്ഷിക്കൂ, മറന്നുകൊണ്ടേ പോകൂ, അശരീരിയാകാൻ പരിശ്രമിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങണം. ചോദ്യം, തും ആസ്തിക് ബച്ചേ ഹി കോൺസാ ശബ്ദ ബോൽ സക്തേ ഹോ? നമ്മൾ ആസ്തികരായ കുട്ടികൾക്ക് ഏതൊരു വാക്ക് പറയാൻ കഴിയും? നമ്മൾ ആസ്തികരായിട്ടുള്ള കുട്ടികൾക്ക് ഏതൊരു വാക്ക് പറയാൻ സാധിക്കും? ഭഗവാൻ ഹമാര ബാപ് ഹി, ഭഗവാൻ നമ്മുടെ അച്ഛനാണ്. तो ये आस्तिक बच्चे ही बोल सकते हैं. ആസ്തികരായ കുട്ടികൾക്ക് മാത്രമേ ഇത് പറയുവാൻ സാധിക്കുകയുള്ളൂ. क्योंकि उन्हें ही बाप का परिचय है. കാരണം ആസ്തികരായ കുട്ടികൾക്കാണ് ബാബയുടെ പരിചയമുള്ളത്. നാസ്തിക് തോ ജാൻതേ ഹി നഹി, നാസ്തികരായിരിക്കുന്ന കുട്ടികൾക്ക് പരമാത്മാവിനെ അറിയുക പോലുമില്ല. നാസ്തികരായിട്ടുള്ള കുട്ടികൾക്ക് പരമാത്മാവിനെ അറിയില്ല. ആസ്തികരായിട്ടുള്ള കുട്ടികൾക്ക് പറയാൻ സാധിക്കും, മേരാ തോ ഏക് ശിവബാബ ദൂസരാ ന കോയി, എനിക്ക് ഒരേയൊരു ശിവബാബ, രണ്ടാമത് ആരും തന്നെ ഇല്ല എന്ന് പറയാൻ ആസ്തികരായിട്ടുള്ള കുട്ടികൾക്കാണ് സാധിക്കുന്നത്. അപ്പൊ ഭഗവാൻ നമ്മുടെ അച്ഛനാണ് എന്ന് ആസ്തികരായിട്ടുള്ള കുട്ടികളാണ് പറയുന്നത് അല്ലെ, അവർക്കേ പറയാൻ സാധിക്കൂ. കാരണം അവർക്ക് ആത്മീയ അച്ഛന്റെ പരിചയമുണ്ട്. നാസ്തികർക്ക് ആത്മീയ അച്ഛനെ അറിയില്ല. അതുകൊണ്ട് ആസ്തികരായിട്ടുള്ള കുട്ടികൾ പറയും അല്ലെ, എനിക്ക് ഒരേയൊരു ബാബ, രണ്ടാമത് ആരുമില്ല. ചോദ്യം, തീവ്ര പുരുഷാർത്ഥിയാകുന്നതിന് വേണ്ടി ഏതൊരു സ്ഥിതി ആവശ്യമാണ്? തീവ്ര പുരുഷാർത്ഥിയാകുവാൻ വേണ്ടി ഏതൊരു സ്ഥിതി ആവശ്യമാണ് അല്ലെ? അത് എന്താണ്? ഏത് സ്ഥിതിയാ? തീവ്ര പുരുഷാർത്ഥികൾ അല്ലെ, തീവ്രമായിട്ടുള്ള സാധന ചെയ്യുന്ന കുട്ടികള്, തീവ്രമായ പുരുഷാർത്ഥം ചെയ്യുന്ന കുട്ടികള്, അവർക്ക് ഉണ്ടായിരിക്കേണ്ട സ്ഥിതിയാണ് സാക്ഷി സ്ഥിതി. സാക്ഷി ഹോക്കർ ഹറേക്കെ പാർട്ടിക്കോ ദേഖ്തേ പുരുഷാരത്ത് കർത്തേ രഹോ. സാക്ഷിയായിരുന്ന് ഓരോരുത്തരുടെയും പാർട്ടിനെ കണ്ട് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടേയിരിക്കൂ. ഗീതം, മർന തെരി ഗലീമേ ജീന തെരി ഗലീമേ. മരിക്കുന്നതും അങ്ങയുടെ വഴിയിലാണ്, ജീവിക്കുന്നതും അങ്ങയുടെ വഴിയിലാണ്. ഓം ശാന്തി. യേ കിനോനെ കഹ, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മരിക്കുന്നതും അങ്ങയുടെ വഴിയിലാണ്, ജീവിക്കുന്നതും അങ്ങയുടെ വഴിയിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? जो सन्मुख बैठे हैं, यहाँ ये नहीं कह सकते कि आत्मा बैठी है. അപ്പൊ ഇത് പറഞ്ഞത് ജീവാത്മാവാണ്. ആരാണോ സന്മുഖത്തിൽ ഇരിക്കുന്നത് അല്ലെ, അങ്ങനെ സന്മുഖത്തിൽ ഇരിക്കുന്ന കുട്ടികളാണ് ഭഗവാനോട് പറയുന്നത്, ഭഗവാനെ ജീവിക്കുന്നതും അങ്ങയുടെ വഴിയിലാണ്, മരിക്കുന്നതും അങ്ങയുടെ വഴിയിലാണ്. तो यहाँ ये नहीं कह सकते कि आत्मा बैठी है, नहीं जीवात्माയും बैठी है. ബാബയുടെ സന്മുഖത്തിൽ ജീവാത്മാക്കളാണ് ഇരിക്കുന്നത്, ആത്മാവിരിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കില്ല. ബാബാനെ സമझाया है कि आत्मा ही शरीर द्वारा हर कार्य कर सकती है. അല്ലെ, ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, ആത്മാവാണ് ഈ ശരീരത്തിലൂടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇസ്കോ കഹ ജാതാ ഹെ ദേഹി അഭിമാനി. ബാബ പറയാണ്, ഇതിനെയാണ് ആത്മാ അഭിമാനി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഓരോ കർമ്മം ചെയ്യുന്നു. ആത്മാവാണ് ഈ ശരീരത്തിലൂടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അല്ലെ. അപ്പോ അതുകൊണ്ട് എന്താണ്, ആ സ്മൃതിയുള്ള കുട്ടികള് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ ആത്മാവാണ് ചെയ്യുന്നത്, ആത്മാവാണ് ഈ ശരീരത്തിലൂടെ ചെയ്യിപ്പിക്കുന്നത് എന്ന് സ്മൃതിയുള്ള കുട്ടികൾ, ബാബ പറയാണ്, അങ്ങനെയുള്ള കുട്ടികളാണ് ആത്മാഭിമാനി. ദേഹമേ രഹനെ വാല अपने परम प्रिय परमात्मा को कहते हैं, हम आत्मा अब आपके गले का हार बनेंगे. അല്ലെ, ബാബ പറയാണ്, ദേഹത്തിൽ നിവസിക്കുന്ന ആത്മാക്കള് തന്റെ പരമപ്രിയനായ
പരമാത്മാവിനോട് പറയും, ബാബ, ഞങ്ങൾ ആത്മാക്കൾ അങ്ങയുടെ കഴുത്തിലെ മാലയായി മാറും. അല്ലെ, നമ്മള് പരംധാമത്തിലേക്ക് ചെല്ലുമ്പോൾ ആരായി തീരാണ്? ബാബയുടെ കഴുത്തിലെ മാലയായിട്ട് മാറുകയാണ്, ആ മാലയിലെ മുത്തുകളായിട്ട് മാറുകയാണ്. അല്ലെ, അപ്പോ പരമപ്രിയനായ ആ ഭഗവാനോട് കുട്ടികൾ പറയും, ഞങ്ങൾ ഓരോ ആത്മാക്കളും അങ്ങയുടെ കഴുത്തിലെ മാലയായി മാറും. അർത്ഥാത് ഹം യേ ശരീർ ചോട് ആപ്കെ പാസ് ആ ജായെങ്കെ. അല്ലെ, ഞങ്ങള് ഈ ശരീരം ഉപേക്ഷിച്ച് അങ്ങയുടെ അടുക്കൽ എത്തിച്ചേരും. ബാപ്നെ സംജായ ഹെ ജैसे മനുഷ്യ का जिनोलॉजिकल ട്രീ है. അല്ലെ, ബാബ പറയാണ്, മനുഷ്യ സൃഷ്ടി വൃക്ഷമുണ്ട്. ആ മനുഷ്യ സൃഷ്ടി വൃക്ഷം ബ്രഹ്മലോകത്തില് തലകീഴായിട്ടാണ് ഇരിക്കുന്നത്. ബ്രഹ്മ സരസ്വതി ആദം ഇവ് ആദി ഉനോക സിജ്റ ബൻതാ ഹെ. അപ്പൊ ബാബ പറയാണ്, ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തില് ബ്രഹ്മാവും സരസ്വതിയും, അതായത് ആദവും ഹവ്വയും എന്ന് പറയുന്നുണ്ട്, അവരുടെ വംശാവലി ഇവിടെ ഉണ്ടാവുകയാണ്. വൈസെ തുമ്നെ ദേക്കാ ഹേ മൂലവതൻ മേ സിജ്റ ഹേ. ബാബ പറയാണ്, കുട്ടികൾക്കറിയാം മൂലവതനത്തിലും അല്ലെ മനുഷ്യ സൃഷ്ടി വൃക്ഷം കാണുവാനായിട്ട് സാധിക്കും. പെലെ പെലെ ശിവ് ഹേ, അതിലെ ഏറ്റവും ആദ്യം ശിവ് ബാബയാണ്. തും ആത്മാ മേരെ ഗലേക്ക ഹാർ കേസെ ബനേഗി. ബാബ ചോദിക്കാണ്, നിങ്ങൾ ആത്മാക്കൾ എന്റെ കഴുത്തിലെ മാലയായി മാറുന്നത് എങ്ങനെയാണ്? മുജെ യാദ് കർണേസെ, എന്നെ ഓർമ്മിക്കുന്നതിലൂടെയാണ് കുട്ടികള് എന്റെ കഴുത്തിലെ മാലയായിട്ട് മാറുന്നത്. ജിത്ന ജോ മുജെ യാദ് കർത്തേ ഹെ ഉത്ന തീക്കി ദൗഡി പഹൻതേ ഹെ. എത്രമാത്രം കുട്ടികൾ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ അത്രത്തോളം വളരെ തീവ്രമായ പുരുഷാർത്ഥം ചെയ്ത് മുന്നേറുവാൻ കുട്ടികൾക്ക് സാധിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്തോറും അല്ലെ തീവ്രമായ പുരുഷാർത്ഥം ചെയ്ത് മുന്നേറുവാൻ അല്ലെ സാധിക്കുന്നു. മേരെ സാത്ത് ബഹുത് പ്രേം ഹെ മേരെ പാസ് ആനെ ബിന രഹ്നെ കി സക്തി. അല്ലെ, കുട്ടികൾക്ക് ബാബയോട് അത്യധികം സ്നേഹമുണ്ട്. ബാബയുടെ അടുക്കലേക്ക് അടുക്കലേക്ക് ചെല്ലാതെ ഇരിക്കാൻ ഒരിക്കലും കുട്ടികൾക്ക് സാധ്യമല്ല. അപ്പൊ എത്രമാത്രം ബാബയെ കുട്ടികൾ ഓർമ്മിക്കുന്നുണ്ടോ അത്രയും തീവ്ര വേഗതയിൽ കുട്ടികൾക്ക് പുരുഷാർത്ഥത്തിലും ആത്മീയ ഉയർച്ചയിലും മുന്നേറുവാൻ സാധിക്കുന്നു. അപ്പൊ ഭഗവാൻ തോ ഹെ നിരാകാർ കഹത്തെ ഭി ഹെ നിരാകാർ ആത്മാവും കോ. ഭഗവാൻ നിരാകാരിയാണ്, നിരാകാരികളായ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. वो परमपिता परमात्मा ही सृष्टि के आदि मध्य अंत को जानते हैं. പരമപിത പരമാത്മാവിന് മാത്രമാണ് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയാവുന്നത്. ത്രികാലദർശി ഹേ, കാരണം പരമാത്മാവ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ബീജരൂപനായിരിക്കുന്നത് കൊണ്ട് ബാബയ്ക്ക് സൃഷ്ടിയെ കുറിച്ചുള്ള അതിന്റെ ആദി മധ്യ അന്ത്യത്തെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവുണ്ട്. ബാബ ത്രികാലദർശിയാണ്. और कोई मनुष्य बल कितना भी बड़ा पंडित हो, वेदशास्त्र पढ़ा हुआ हो, परंतु उनको ഈ സൃഷ്ടിക്ക് അതിമധ്യ അന്ത ഞാൻ നഹിഹേ. അല്ലെ, ഇവിടെ മനുഷ്യര് എത്രമാത്രം വലിയ പണ്ഡിതന്മാരാണെങ്കിലും വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് എങ്കിലും അല്ലെ സൃഷ്ടിയുടെ അതിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം അവരുടെ പക്കലില്ല. നാസ്തിക് ഹോനയ്ക്ക് കാരൻ ത്രികാലദർശി ഹോനഹി സക്തി. അല്ലെ, ബാബ പറയാണ്, നാസ്തികരായിരിക്കുന്നത് കാരണം അവർക്കൊരിക്കലും ത്രികാലദർശികളാകുവാൻ സാധിക്കില്ല. തും ബച്ചേ അഭി ആസ്തിക് ഹോ, നമ്മൾ കുട്ടികൾ ഇപ്പോൾ ആസ്തികരാണ്. തോ ബാപ്നെ തുംകോ പരിചയ ദിയാ ഹെ, ബാബയാണ് നമ്മൾ കുട്ടികൾക്ക് പരിചയം നൽകിയിരിക്കുന്നത്. ഇസ്ലിയെ തും ബാബ കഹ്നെക്ക് ഹക്ക്ദാർ ഹോ, അതുകൊണ്ട് തന്നെ നമ്മൾ ബാബ എന്ന് വിളിക്കുവാൻ അവകാശികളായിരിക്കുന്ന കുട്ടികളാണ്. യേ തോ കഹ് ദേത്തെ ഹെ പരമാത്മാ സർവ്യാപി ഹെ, ഫിർ ഇസ്സെ ക്യാ മില കുച്ച് ഭി നഹീ. പറയാറുണ്ട് പരമാത്മാവ് സർവ്വവ്യാപിയാണ്, പക്ഷെ ഇതിൽ നിന്നും എന്ത് ലഭിച്ചു? ഒന്നും തന്നെ ലഭിച്ചില്ല. പരമാത്മാവ് സർവ്വവ്യാപിയാണ് എന്ന് പറഞ്ഞിട്ട് ആത്മാവിന് യാതൊരു നേട്ടവും ഉണ്ടാകുന്നില്ല. തോ ബാബ് ജ്ഞാനക സാഗർ ഹേ. ബാബ പറയാണ്, ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്. അപ്പൊ ശിവബാബ ആരാണ്? ജ്ഞാന സാഗരനാണ്. तो वो ऐसे नहीं कह सकते मैं സർവ്യാപി. അപ്പൊ ശിവബാബയ്ക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ സാധിക്കില്ല, ഞാൻ സർവ്വവ്യാപിയാണ് അല്ലെ എന്ന് പറയാൻ സാധിക്കില്ല. ബാബ ജ്ഞാനത്തിന്റെ സാഗരമാണ്. तो फिर सब फादर हो जाते. ബാബ സർവ്വവ്യാപിയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും ബാബ സർവ്വവ്യാപിയാണെങ്കിൽ? ബാബ സർവ്വവ്യാപിയാണെങ്കിൽ എല്ലാവരും ഫാദർ ആകേണ്ടി വരും അല്ലെ?
എല്ലാവരും ആത്മസഹോദരങ്ങളാവില്ല. എല്ലാവരും ഫാദർ ആകേണ്ടി വരും. ഫാദർഹുഡ് കഹാ ജാത്താ ഹൈ ക്യാ? ഒരിക്കലും അല്ലെ ഫാദർഹുഡ് എന്ന് ഒരിക്കലും പറയില്ല, ബ്രദർഹുഡ് എന്നേ പറയുള്ളൂ. ഏക ബാപ് കെ ബച്ചേ ഹേ, നമ്മളെല്ലാവരും ആരാണ്? ഒരേ ഒരു അച്ഛന്റെ കുട്ടികളാണ്. ഉൻകോ പ്രഭു ഈശ്വർ ബി കഹത്തെ ഹേ. ആ ഈശ്വരനെ എന്താ വിളിക്കുന്നത്? അല്ലെ പ്രഭു ഈശ്വരൻ എന്ന് പരമാത്മാവിനെ വിളിക്കാറുണ്ട്. അപ്പൊ പ്രഭു ഈശ്വരൻ എന്ന് വിളിക്കുന്നു. ബ്രഹ്മ വിഷ്ണു ശങ്കർക്കോ രചനേ വാലാ ഹേ. ശിവബാബ ആരാണ്? ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശങ്കരനെയും രചിക്കുന്നവനാണ്. ത്രിമൂർത്തി ബ്രഹ്മ കേന റോങ് ഹേ. ത്രിമൂർത്തി ബ്രഹ്മ എന്ന് വിളിക്കുന്നത് തെറ്റാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കർ കബി ബാപ് വോ ശിവ ഹേ. ബ്രഹ്മ വിഷ്ണു ശങ്കറിന്റെയും അച്ഛൻ ശിവനാണ്. ഉസ്നെ ബ്രഹ്മക്കോ അഡോപ്റ്റ് കിയാ ഹേ. അല്ലെ ബ്രഹ്മാവിനെ ശിവബാബ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കറിന്റെ രചയിതാവ് ശിവബാബയാണ്. അല്ലെ ശിവബാബ ബ്രഹ്മാവിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. तो तुम भी जानते हो कि ब्रह्मा के मुख से परमपिता परमात्मा शिव द्वारा हम त्रिकालदर्शी സ്വദർശൻ ചക്രധാരി ബൻ രഹേ ഹേ. നമ്മൾ കുട്ടികൾക്ക് അറിയാം, ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ പരമപിത പരമാത്മാ നമ്മൾ കുട്ടികൾക്ക് അല്ലെ ത്രികാലദർശിയും സ്വദർശന ചക്രധാരിയുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാല് ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ നമ്മളെ അഡോപ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മളെ ആരാക്കി മാറ്റാണ്? ത്രികാലദർശിയും സ്വദർശന ചക്രധാരിയുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്വ അർത്ഥാത് ആത്മജ്ഞാൻ. അല്ലെ സ്വ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെ സ്വദർശന ചക്രധാരി എന്നാണ്. അതായത് ആത്മജ്ഞാനമുള്ളവരാണ് നമ്മള്. ആത്മാവ് എങ്ങനെയാണ് ഈ കാലചക്രത്തിലൂടെ ചുറ്റിക്കറങ്ങിയത്? അവിടെ സ്വ എന്നുള്ള വാക്കിന് ആത്മജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്നാണ് അർത്ഥം വരുന്നത്. ആത്മാ കോഹി സ്വരാജ് മിൽത്താ ഹേ. ആത്മാവിനാണ് സ്വരാജ്യം ലഭിക്കുന്നത്. ആത്മാ അവിനാശി ഹേ, ശരീർ വിനാശി ഹേ. ആത്മാവ് അനശ്വരമാണ്, ശരീരം നശ്വരമാണ്. ആത്മാ ഹി അച്ഛേ വ ബുരേ സംസ്കാർ ധാരൺ കർത്തി ഹേ. ആത്മാവാണ് നല്ലതും ചീത്തയുമായ സംസ്കാരങ്ങളെ ധാരണ ചെയ്യുന്നത്. തും ജാൻതേ ഹോ ഹം ആത്മാ അഭി തമോ പ്രധാൻ ഹേ. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് അറിയാം, നമ്മൾ ആത്മാവ് തമോ പ്രധാനമാണ്. കഹാ ജാതാ ഹേ പതീത ആത്മാ പാവൻ ആത്മാ. പറയാറുണ്ട് പതീത ആത്മാ പാവൻ ആത്മാ എന്ന് പറയാറുണ്ട്. ശരീർ കാ നാം നഹി ലിയാ ജാതാ ഹേ. ഒരിക്കലും ശരീരത്തിന്റെ പേര് പറയാറില്ല. പുണ്യാത്മ മഹാനാത്മ. എന്താ പറയാറുള്ളത്? പുണ്യാത്മ മഹാനാത്മ എന്നൊക്കെ പറയാറുണ്ട്. അല്ലാതെ പുണ്യശരീരം പാപശരീരം എന്ന് പറയാറില്ല. ആത്മാ കിഹി മഹിമ കിഹി. ശരിക്കും എന്താണ്? ഇതെല്ലാം ആത്മാവിന്റെ മഹിമയാണ്. അല്ലെ പുണ്യാത്മ പാപാത്മ എന്നെല്ലാം വിളിക്കുന്നത് ശരിക്കും എന്താണ്? ആത്മാവിന്റെ മഹിമയാണ്. പാപകർമ്മം ചെയ്യുമ്പോൾ പാപാത്മാവ് എന്ന് വിളിക്കും, പുണ്യകർമ്മം ചെയ്യുമ്പോൾ പുണ്യാത്മാവ് എന്ന് വിളിക്കും. ആത്മാ പരംപിത പരമാത്മാ ബാപ് സേ ബട്ട് സുൻതി ഹേ. ആത്മാവ് പരമപിത പരമാത്മാവാകുന്ന അച്ഛന്റെ അടുക്കൽ നിന്നാണ് കേൾക്കുന്നത്. ദുനിയാമേ കൊയ്ക്കോ പത്താ നഹി ബാപ് എസേ ബൈറ്റ് ബച്ചോങ്കോ പഠാത്തെ ഹേ. ലോകത്തിലുള്ള ആർക്കും തന്നെ അറിയില്ല, അച്ഛൻ ആത്മീയ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും എന്ന് ആർക്കും അറിയില്ല. അഭി തും സമജ്തേ ഹോ ഹം ബാപ് കെ ബനേ ഹേ. അല്ലെ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അറിയാം, നമ്മൾ ബാബയുടേതായിട്ട് മാറിയിരിക്കുകയാണ്. ബാപ് സേ ഹംകോ വർസ ലേനാ ഹേ. ബാബയിൽ നിന്ന് നമ്മൾ കുട്ടികൾക്ക് സ്വത്ത് നേടണം. ദൂസരേ സേ ഹമാരെ കോയി കാം നഹി. ബാബ പറയാണ്, മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് നമുക്ക് എന്താണ് അല്ലെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരുമായിട്ട് യാതൊരു കാര്യങ്ങളില്ല. നമുക്ക് എന്താ പ്രധാനമായ കാര്യം? ആത്മീയ അച്ഛന്റെ അടുക്കൽ നിന്ന് സ്വത്ത് നേടണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായ കാര്യം. ബാക്കി മറ്റുള്ളവരുമായിട്ട് നമുക്ക് വേറെ അല്ലെ കണക്ഷൻസ് ഒന്നുമില്ല. ആത്മാ കഹതി ഹേ മേരാ തോ ഏക് ശിവബാബ ദൂസരാ ന കോയി. ആത്മാവ് പറയുന്നത് എന്താണ്? എനിക്ക് ഒരേ ഒരു ശിവബാബ, രണ്ടാമത് ആരും തന്നെയില്ല. സ്റ്റുഡന്റ് സംശയിക്കേ മേരാ തോ ഏക് ടീച്ചർ. വിദ്യാർത്ഥി എന്താ വിചാരിക്കുക? അല്ലെ വിദ്യാർത്ഥി എന്ത് വിചാരിക്കും? എനിക്ക് ഒരേ ഒരു ടീച്ചർ, അല്ലെ എനിക്ക് ഒരേ ഒരു ടീച്ചർ എന്നാണ് വിദ്യാർത്ഥി വിചാരിക്കുന്നത്. തുമാരെ ഏക് ഹി ബാപ് ഏക് ഹി ശിക്ഷക്. നമ്മൾ കുട്ടികൾക്കോ ഒരേ ഒരു അച്ഛൻ,
ഒരേയൊരു അധ്യാപകൻ, ഒരേയൊരു സദ്ഗുരു, അല്ലെ? വോ പതീത പാവൻ ബാപ് ഹേ, അല്ലെ? ആ ബാബ പതീത പാവനനായ അച്ഛനാണ്. സബി ആത്മാവും കാ കണക്ഷൻ ഉസ് ബാപ് ശിക്ഷക് സെ ഹി ഹേ. എല്ലാ ആത്മാക്കളുടെയും കണക്ഷൻ ആ അച്ഛന്റെ കൂടെയാണ്, ആ അധ്യാപകന്റെ കൂടെയാണ്. ബൽ കോയി ബ്രാഹ്മണി പഠാത്തി ഹേ പരന്തു വോ ഭി മുझे ബാപ് സെ ഹി പഠി ഹുയി ഹേ, അല്ലെ? അതായത് ആര് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും, അത് സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും, ആരാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഈ ജ്ഞാനം പകർന്നു നൽകുന്നത്, അവർക്ക് ഈ ജ്ഞാനം ലഭിച്ചിരിക്കുന്നത്, അവര് പഠിക്കുന്നത് പരമാത്മാവിൽ നിന്നാണ്. ബാപ് കഹത്തെ ഹേ തും മുझे യാദ് കരോ നാക്കി ബ്രാഹ്മണി കോ. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കണം, അല്ലാതെ നിങ്ങൾ ബ്രാഹ്മണിയെ ഓർമ്മിക്കാൻ പാടില്ല. അബ് തും ബച്ചേ മുझ് ബാപ് കോ ജാൻ ഗയേ ഹോ പഹചാൻ ഗയേ ഹോ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അച്ഛനായ എന്നെ അറിഞ്ഞു കഴിഞ്ഞു, തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. तो अब तुम आस्तिक बने हो, അല്ലെ? ഇപ്പോൾ നമ്മൾ കുട്ടികള് ആസ്തികരായി മാറിക്കഴിഞ്ഞു. जो नहीं जानते वो है नास्तिक निधन के. ആരാണ് ബാബയെ അറിയാത്തത്? ആ കുട്ടികൾ ആരാണ്? ബാബയെ അറിയാത്ത കുട്ടികൾ എന്താ വിളിക്കുക? നാസ്തികർ, അല്ലെ? അനാഥർ എന്ന് വിളിക്കുന്നു. നാസ്തികരാണ്, അനാഥരാണ്. जो नहीं जानते नास्तिक निधन के, बाप का नाम रूप देश काल क्या है कुछ भी नहीं जानते. ബാബയുടെ നാമ രൂപ ദേശ കാലങ്ങൾ എന്താണ് എന്നുള്ളത് കുട്ടികൾക്ക് അല്പം പോലും അറിയില്ല. तो कह देते हैं उसका कोई नाम रूप नहीं है. പറയാറുണ്ട്, അല്ലെ? ബാബയ്ക്ക്, പരമാത്മാവിന് നാമരൂപങ്ങളില്ല. अब तुम जानते हो जरूर उनका नाम है शिव. അല്ലെ? ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അറിയാം, ബാബയുടെ പേര് ശിവൻ എന്നാണ്. അപ്ന ശരീർ തോ ധാരൻ കർത്തേ നഹി, അല്ലെ? ബാബ ഒരിക്കലും തന്റെ ശരീരം ധാരണ ചെയ്യുന്നില്ല. ഇസ്ലിയെ ഉൻകാ നാം കഭി ബദൽ നഹി സക്തേ, അല്ലെ? ബാബ ഒരിക്കലും തന്റേതായ ഒരു ശരീരത്തിനെ, ബാബ ജനന ചക്രങ്ങളിൽ വരുന്നില്ല. ബാബയ്ക്ക് തന്റേതായിട്ടുള്ള ഒരു ശരീരമില്ല. ബാബ ഒരിക്കലും ശരീരം ധരിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്, ബാബയുടെ പേര് ഒരിക്കലും മാറുന്നില്ല. കാരണം പരമാത്മാവിന്റെ പേരാണ് ശിവൻ, അല്ലെ? ബാബയുടെ ശരീരത്തിന്റെ പേരല്ല ശിവൻ, പിന്നെന്താണ്? പരമാത്മാവിന്റെ പേരാണ് ശിവൻ. तो तुम जानते हो हमारे 84 जन्म में नाम रूप बदलता जाता है. നമ്മൾ കുട്ടികള് 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് മാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, അല്ലെ? നമ്മുടെ പേര് ചേഞ്ച് ആയിക്കൊണ്ടേയിരുന്നു, അല്ലെ? പരമാത്മാവിന്റെ പേര് ശിവൻ എന്നാണ്. ജैसे ആത്മാ കാ രൂപ ഹേ വൈസെ പരമാത്മാ കാ ഭി രൂപ ഹേ. എങ്ങനെ ആത്മാവിന്റെ രൂപമുണ്ടോ അതേപോലെ പരമാത്മാവിന്റെയും രൂപമുണ്ട്. ऐसे नहीं परमात्मा कोई अखंड ज्योति बहुत बड़ा है. അങ്ങനെയല്ല, പരമാത്മാവ് അഖണ്ഡ ജ്യോതിയാണ്, അല്ലെ? പരമാത്മാവിന്റെ സ്വരൂപം വളരെ വലുതാണ്, അല്ലെ? 3 ആൾ വലിപ്പത്തിലൊക്കെ ശിവലിംഗം നിർമ്മിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പരമാത്മാവിന്റെ രൂപം വളരെ വലുതാണെന്നല്ല. ബാബ് കഹത്തെ ഹേ ജൈസ ആത്മാ സ്റ്റാർ മിസൽ ഹേ വൈസെ മേ ബി, അല്ലെ? ബാബ പറയാണ്, കുട്ടികളെ, ആത്മാവ് എങ്ങനെ ഒരു നക്ഷത്ര സമാനമാണോ അതേപോലെയാണ് ഞാനും, അല്ലെ? ആത്മാവ് സൂക്ഷ്മമായ നക്ഷത്ര സമാനമാണ്, അതേപോലെയാണ് ഞാനും. तो परंतु मेरे में ज्ञान है इसलिए मेरी महिमा है, അല്ലെ? എന്നിൽ ജ്ഞാനമുണ്ട്, അതുകൊണ്ടാണ് എന്റെ മഹിമകളുള്ളത്. സത്യചിത്ത ആനന്ദ സ്വരൂപ് ജ്ഞാനിക സാഗർ. എന്താണ് പരമാത്മാവിനെ വിളിക്കുന്നത്? സച്ചിദാനന്ദ സ്വരൂപം, ജ്ഞാനസാഗരൻ. ചൈതന്യത ഹേ തബ്തോ ജ്ഞാൻ സുനാത്തെ ഹേ, അല്ലെ? സച്ചിദാനന്ദ സ്വരൂപമാണ്, ചൈതന്യതയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനം കേൾപ്പിക്കുന്നത്. तो ചൈതന്യ ബീജ സ്വരൂപ്. ഭഗവാൻ ആരാണ്? ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ചൈതന്യ ബീജരൂപനാണ്. ഇന്ന് മറ്റു വൃക്ഷങ്ങളുടെ എല്ലാം എന്താണ്? ചൈതന്യ ബീജമല്ല, അത് ജഡബീജമാണ്, അല്ലെ? ബാബ ചൈതന്യ ബീജരൂപനാണ്, അതുകൊണ്ട് ബാബയ്ക്ക് മാത്രമേ നമുക്ക് കേൾപ്പിച്ചു തരുവാൻ സാധിക്കൂ. മനുഷ്യ ഹി ജാനത്തെ ഹേ जैसे बाप की बुद्धि में सारे मनुष्य सृष्टि का जाड़ है वैसे तुम्हारी बुद्धि में है. അപ്പൊ ബാബ പറയാണ്, അല്ലെ? അതായത് ഒരിക്കലും ഒരു ജഡബീജത്തിന് ഈ ജ്ഞാനം കേൾപ്പിക്കാൻ സാധിക്കില്ല, അല്ലെ? ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് അറിയാം. ബാബ പറയാണ്, മനുഷ്യരുടെ ബുദ്ധിയിലാണെങ്കിൽ
അല്ലെ എന്താണ് ബാബ പറയാണ് മുഴുവൻ അല്ലെ ലോകത്തിലെ മനുഷ്യരുടെ ബുദ്ധിയിൽ ഒരിക്കലും പ്രപഞ്ചത്തെ കുറിച്ചോ സൃഷ്ടിയെ കുറിച്ചോ ഉള്ള ജ്ഞാനമില്ല. പക്ഷേ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ എന്തുണ്ട്? ഈ ജ്ഞാനമുണ്ട്. കാരണം ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് ബാബയുടെ ബുദ്ധിയില് ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലും ഉണ്ട്. ഇത്തിരി വെറൈറ്റി ഹേ. ബാബ പറയണ ഈ വൃക്ഷം നോക്കൂ, എത്ര വെറൈറ്റിയാണ്. ഏക ഫീച്ചർ നാമിലെ ദൂസരേസെ. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായിട്ട് ഉപമിക്കാൻ സാധിക്കില്ല. കാരണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും മറ്റുള്ളവരുടെ വ്യക്തിത്വം അല്ലെ ഓരോരോ വ്യക്തികളുടെ വ്യക്തിത്വവും തമ്മിൽ വളരെ ഡിഫറെന്റ് ആണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്വരൂപമാണ് അല്ലെ, സംസ്കാരമാണ്, എല്ലാം വളരെ ഡിഫറെന്റ് ആണ്. तो हर एक का फीचर अलग अलग है. तो हर एक को अपना अपना പാർട്ട് है. ഓരോ വ്യക്തികളുടെയും പാർട്ടും വേറെ വേറെയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ പാർട്ടാണ്. ബാബ സംജാത്തെ ഹേ കിतना बड़ा ബേഹദ് കാ നാടക്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ എത്ര വലിയ പരിധികൾ ഇല്ലാത്ത നാടകമാണിത്. ഇത്തിരി വെറൈറ്റി ഫീച്ചേഴ്സ് അല്ലെ. ബാബ പറയാണ് എത്ര വ്യത്യസ്തമായിട്ടുള്ള സ്വരൂപമാണ്. സബി ഇസ് ഡ്രാമ കെ ആക്ടേഴ്സ്. എല്ലാവരും ഈ ഡ്രാമയിലെ ആക്ടേഴ്സ് ആണ്. ജബകി ഡ്രാമ അവിനാശി ഹെ तो कोई भी ആക്ടർ ബദലി നഹി ഹോ സക്ത. ഈ നാടകം അനശ്വരമാണ്. ഇവിടെ ഒരു ആക്ടർക്ക് പോലും ചേഞ്ച് ആകാൻ പറ്റില്ല അല്ലെ. നമ്മൾ വിചാരിക്കുകയാണ് എന്റെ പാർട്ട് അല്ലെ, ഞാൻ വേറെ പാർട്ട് അഭിനയിക്കാം അല്ലെ, എന്റെ പാർട്ട് വേണ്ട, അങ്ങനെയൊന്നും എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ഇവരുടെ പാർട്ട് മതി എന്നൊക്കെ വിചാരിച്ച് നടക്കുവോ? അടുത്ത കല്പത്തില് നമ്മൾ പാർട്ട് ചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കാണ്. നടക്കുവോ? ഒരിക്കലും നടക്കില്ല. കാരണം എല്ലാവർക്കും ഓരോ വ്യക്തിക്കും അവരവരുടെ പാർട്ടുണ്ട്. ജബ്കി യേ ഡ്രാമ അവിനാശി ഹേ तो कोई ആക്ടർ ബദലി നഹി ഹോ സക്ത. അപ്പൊ പറയാണ് ഈ നാടകം അനശ്വരമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു പാർട്ടിതായിരിക്കും ചേഞ്ച് ആകാൻ പറ്റില്ല. അത് അതേപോലെ തന്നെ പുനരാവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഒരിക്കലും എന്താണ് പാർട്ടിധാരികൾക്ക് പരസ്പരം ചേഞ്ച് ആകാനോ തന്റെ പാർട്ടിനെ ചേഞ്ച് ആക്കാനോ സാധിക്കില്ല. तो तुमको मालूम पड़ा है हमारे 84 जन्मों के 84 नाम पढ़ते हैं. കുട്ടികൾക്ക് അറിയാം നമ്മുടെ 84 ജന്മങ്ങളിൽ നമുക്ക് 84 പേരുകൾ ഉണ്ടായിരുന്നു. അഭി നാം ഭി പൂരേ ഹുയേ വർണ്ണ ഭി പൂരേ ഹുയേ. ഇപ്പൊ പേരും അല്ലെ നമ്മുടെ പൂർത്തിയായി, വർണ്ണങ്ങളും പൂർത്തിയായി. വർണ്ണങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നു. ഇപ്പൊ നമ്മള് ബ്രാഹ്മണ വർണ്ണത്തിൽ ഇരിക്കുകയാണ് അല്ലെ. നമ്മുടെ പേരുകളും പൂർത്തിയായി. अब फिर रिपीट होगा अर्थात ഗീത എപ്പിസോഡ് റിപ്പീറ്റ് हो रहा है. ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ആകും. കാരണം ഗീത എപ്പിസോഡ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പെലെ പെലെ ശ്രീമദ് ഭഗവാൻ കി ഗായി ജാതി. ഏറ്റവും ആദ്യം ശ്രീമദ് എന്ന് പറയുന്നത് അല്ലെ ഭഗവാൻ നൽകിയിട്ടുള്ളതാണ്. ഭഗവാൻ നൽകുന്നതാണ് ശ്രീമദ്. അതാണ് മഹിമ അല്ലെ. ഭഗവാന്റെ ശ്രീമത്തിനാണ്, ശ്രീമദ് ഭഗവാന് വാച എന്നാണ് മഹിമ. तो परंतु ഭഗവാൻ को भूलते ही है. പക്ഷെ ഭഗവാനെ മറന്നു പോയിരിക്കുന്നു. ശിവബാബ की ജയന്തി ഹോ തബ് ശ്രീകൃഷ്ണ की ഹോ. ശിവബാബയുടെ ജയന്തി ആഘോഷിക്കുന്നുണ്ട്, അപ്പോഴാണ് ശ്രീകൃഷ്ണന്റെയും ജയന്തി അല്ലെ. ശിവബാബയുടെ ജയന്തിക്ക് ശേഷം ശ്രീകൃഷ്ണന്റെ ജയന്തി ഉണ്ടാകുന്നു. ഏസത്തോടി ബാബ് ജയന്തി ഹി ഗും ഹോ ജായി. അങ്ങനെയല്ല, ശിവബാബയുടെ ജയന്തി തന്നെ അല്ലെ മറഞ്ഞു പോകും, അതും എല്ലാവരും മറന്നു പോകും. അങ്ങനെയല്ല. ബച്ചയ്ക്ക് ജയന്തി ഹോ ജായി. ശിവബാബയുടെ ജയന്തി അങ്ങ് അപ്രത്യക്ഷമായിട്ട് അല്ലെ കുട്ടികളുടെ ജയന്തി ഉണ്ടാകുന്നു. അങ്ങനെയല്ല. തും ബച്ചോക്കോ സംജായ ജാതാ ഹേ ലക്ഷ്മി നാരായൺ വിശ്വക്കെ മാലിക് ദേ. നിങ്ങൾ കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ഉനോക്ക ഈ വർഷ കേസേപ്പായി. ലക്ഷ്മി നാരായണൻ എങ്ങനെയാണ് ഈ സ്വത്ത് നേടുന്നത്? പരംപിത പരമാത്മാവിൽ നിന്നാണ് സ്വത്ത് നേടുന്നത്. പരംപിത പരമാത്മാ ഹി രാജോഗ് സിഖ്ലാത്തെ ഹി. പരമപിത പരമാത്മാവാണ് രാജയോഗം പഠിപ്പിക്കുന്നത്. കബ് അല്ലെ ബാബ് കഹത്തെ ഹേ മേ കൽപ്പ് കൽപ്പ് കൽപ്പക്കെ സംഗം പർ ആതാ ഹൂം. എപ്പോഴാണ് പരമപിത പരമാത്മാവ് വന്നിട്ട് രാജയോഗം പഠിപ്പിക്കുന്നത്? എപ്പോഴാണ് അല്ലേ? ബാബ പറയാണ് കൽപ്പകൽപ്പം കൽപ്പത്തിന്റെ സംഗമയുഗത്തിലാണ് ബാബ വരുന്നത്. तो जबकि आसुरी राज्य का विनाश ദേവി രാജ്യ की സ്ഥാപന होती है. ബാബ വരുന്ന എപ്പോഴാണ്? ആസുരീയ രാജ്യത്തിന്റെ വിനാശം
ദൈവിക രാജ്യത്തിന്റെ സ്ഥാപന നടക്കുമ്പോഴാണ് ബാബ വരുന്നത്. അപ്പൊ ആസുരീയ രാജ്യത്തിന്റെ വിനാശം അല്ലെ, ദൈവിക രാജ്യത്തിന്റെ സ്ഥാപന നടക്കുമ്പോഴാണ് അല്ലെ, അതിനാണ് ബാബ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. ജോ ആസ്തിക് ബനേഹെ ഉനോക്കോ വർഷ മിൽ രഹാ ഹെ. ആരാണോ ആസ്തികരായിരിക്കുന്നത് ആ കുട്ടികൾക്ക് ഇപ്പോൾ സ്വത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്തികരായിരിക്കുന്ന കുട്ടികൾക്ക് സ്വത്ത് അല്ലെ. അപ്പോ ഈ സമയത്ത് അല്ലെ നാസ്തികരുണ്ട്, ആസ്തികരുണ്ട്. പരമാത്മാവിനെ തിരിച്ചറിഞ്ഞ് അല്ലെ പരമാത്മാവിന്റെ സ്വത്തിന്റെ അധികാരികളാകുന്ന കുട്ടികളാണ് ആസ്തികരായിട്ട് മാറുന്നത്. ആസ്തികോ വർഷ നാസ്തികോ വർഷ മിണ്ടസക്കെ. നാസ്തികരായിരിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും സ്വത്ത് ലഭിക്കുകയില്ല. സബ്കോ ദുഃഖസേ മുക്ത് കർത്തേ ഹെ. ബാബ വന്നിട്ട് എന്താ ചെയ്യുന്നേ? എല്ലാവരെയും ദുഃഖത്തിൽ നിന്നും മുക്തമാക്കുകയാണ്. അപ്പൊ ഈ സുഖദാമേ ജാത്തെ ഹെ തബ് ബാക്കി ആത്മായെ ഹിസാബ് കിതാബ് ചുക്തുക്കർ വാപ്പസ് ചലി ജാത്തി ഹെ. അല്ലെ, ബാബ പറയാണ് ഇപ്പോൾ നമ്മൾ സുഖധാമത്തിലേക്ക് പോവുകയാണ്. ബാക്കി എല്ലാ ആത്മാക്കളും തന്റെ കണക്കുകളെല്ലാം തീർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങി പോകും. നിരാകാർ ബാബ് സർവാത്മാവും കോ ഘർ ലേ ജാനെ കെ ലിയെ ആയാ ഹെ. നിരാകാരിയായ ബാബ നമ്മൾ കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് വന്നിരിക്കുകയാണ്. ലേ ജാനെ വാലെ കോ മഹാകാൽ കാലോം കാ കാൽ കഹാ ജാതാ ഹെ. നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ആളെ എന്താ വിളിക്കുക? കാലന്റെ കാലൻ അല്ലേ, മഹാകാൽ ഈശ്വരൻ എന്ന് വിളിക്കുകയാണ്. കാലോം കാ കാൽ മഹാകാൽ കാ മന്ദിർ ഹെ. മഹാകാലേശ്വരന്റെ ക്ഷേത്രമുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളെ അല്ലെ കാലൻ അല്ലെ വന്ന് കൊണ്ടുപോയി എന്ന് പറയും. അപ്പൊ അത് കാലമാണ്. ശിവഭരണ് കാലത്തിന്റെയും അല്ലെ, അതാണ് കാലന്റെയും കാലൻ എന്ന് പറയുന്നത്. എന്താണ് അതാണ് അർത്ഥം, മഹാകാലൻ. तो कालों का काल महाकाल का मंदिर है. महाकाल शिव है या सोमनाथ रुद्र कहो. അല്ലെ, മഹാകാലൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. സോമനാഥൻ എന്ന് വിളിക്കാം അല്ലെ, രുദ്രൻ എന്ന് വിളിക്കാം. ബാബയുടെ മഹിമകളാണ്. സന്മുഖ കഹത്തെ ഹെ ഇൻസെ ലിബറേറ്റ് കർത്താഹും. അല്ലെ, സന്മുഖത്തിൽ വന്നിട്ട് ബാബ പറയാണ്, ഞാൻ നിങ്ങൾ കുട്ടികളെ ഈ രാവണനിൽ നിന്നും ഈ രാവണന്റെ രാജ്യത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ്. ഏഹേ രാവൺ കാ രാജ്യ. ഇത് രാവണന്റെ രാജ്യമാണ്. അപ്പൊ രാവൺ രാജ്യം മുർദാബാദ്, രാമരാജ്യ സിന്ദാബാദ് ഹോനാഹി. ഇപ്പോൾ രാവണരാജ്യം മുർദാബാദ്, രാമരാജ്യം സിന്ദാബാദ്. രാമരാജ്യം ചാത്തേ തോ സബ് ഹെ. രാമരാജ്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. തോ ജരൂർ രാവൺ കെ രാജ്യ കാ വിനാശ് ചാഹിയെ. അപ്പോൾ തീർച്ചയായിട്ടും രാവണന്റെ രാജ്യത്തിന്റെ വിനാശവും സംഭവിക്കും. ബാബ് സംജാത്തെ ഹെ അബ് യേ പുരാണി ദുനിയ ഖതം ഹുനി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, ഈ പഴയ ലോകം ഇവിടെ സമാപ്തമാകും. ആദി സനാതൻ ദേവി ദേവത ധർമ്മക്കോ ബിൽക്കുൽ ഭൂൽ ഗയേ ഹി. ആദി സനാതന ദേവി ദേവത ധർമ്മത്തെ പൂർണ്ണമായും മറന്നുപോയിരിക്കുന്നു. തോ വോ യഹി ഗീത എപ്പിസോഡ് ചൽ രഹാ ഹെ. അതേ ഗീത എപ്പിസോഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യാദവ് കൗരവി ബരോബർ ഹി. തീർച്ചയായിട്ടും യാദവരും കൗരവരും ഉണ്ട്. യാദവ് വഹി യൂറോപ്വാസി ഹെ മുസൽ ഇൻവെന്റ് കർണേവാല. യാദവരെന്ന് പറഞ്ഞാൽ അതേ യൂറോപ്പ് വാസികളാണ്. അവര് മിസൈൽസ് കണ്ടുപിടിച്ചിട്ടുള്ളവരാണ്. യെ ബി ലിഖാ ഹെ ഇന്റർനാഷണൽ ലഡായി മേ സബ് ഖതം ഹോംഗെ. അല്ലെ, പറയുന്നുണ്ട് അന്താരാഷ്ട്ര യുദ്ധത്തിൽ എല്ലാം ഇവിടെ സമാപ്തമാകും. കൊയി അപ്നെ ആദി സനാതൻ ദേവി ദേവത ധർമ്മക്കോ നഹി ജാനത്തെ. ബാബ പറയാണ്, ഇവിടെ ആർക്കും ആദി സനാതന ദേവി ദേവത ധർമ്മത്തെ കുറിച്ച് അറിയില്ല. ഗായാബി ജാത്ത ഹി റിലീജിയൻ ഈസ് മൈറ്റ്. പറയുന്നത് എന്താണ് അല്ലെ, റിലീജിയൻ എന്ന് പറയുന്നത് പവർ ആണ് എന്ന് പറയുന്നു. റിലീജിയസ് ആത്മിക്കോ അച്ഛ മാനാ ജാത്ത ഹെ. അല്ലെ, ആരാണോ മതവിശ്വാസികൾ അവര് വളരെ നല്ല വ്യക്തികളായിട്ടാണ് അവരെ കാണുന്നത്. ഈശ്വര വിശ്വാസവും മതവിശ്വാസവും ഉള്ളവരെ എങ്ങനെയാ കാണുന്നത്? വളരെ നല്ല വ്യക്തികളായിട്ടാണ് കാണുന്നത്. റിലീജിയസ് കോ ബുരാ മാനാ ജാത്ത ഹെ. അല്ലെ, ബാബ പറയാണ് മതവിശ്വാസികളല്ലാത്തവരെ മോശമായിട്ടാണ് കാണുന്നത്. തും ജാനത്തെ ഹോ ഭാരത് റിലീജിയസ് താ. നമുക്കറിയാം ഭാരതം അല്ലെ ഈശ്വര വിശ്വാസികളുടെ അല്ലെ ധർമ്മത്തിന്റെ വിശ്വാസികളുടെ നാടാണ്. ആദി സനാതൻ ദേവി ദേവത ധർമ്മത അല്ലെ, ആ ധർമ്മവിശ്വാസി മതവിശ്വാസികളുടെ നാട് തന്നെയാണ് ഈ ഭാരതം.
ബാബ പറയാണ് ഇവിടെ ഒരേ ഒരു ആദി സനാതന ദേവി ദേവത ധർമ്മമാണ് ഉണ്ടായിരുന്നത്. അഭി ഭാരത് റിലീജിയസ് ബനാഹെ. പക്ഷെ ഇപ്പോൾ ഭാരതം അല്ലെ എങ്ങനെയായി തീർന്നിരിക്കുകയാണ്? ധർമ്മമില്ലാത്ത നാടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്നെ ധർമ്മക്കോ ചോട് ദിയ. തന്റെ ധർമ്മത്തെ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. യേ ഡ്രാമ അനുസാർ ഏസെ ചോട്ന ഹി ഹെ. ഡ്രാമ അനുസരിച്ച് ഇങ്ങനെ ഉപേക്ഷിക്കുക തന്നെ സംഭവിക്കും. വഹാ തോ മഹാരാജ മഹാറാണിക്ക രാജ്യ ചലതാ ഹെ. ബാബ പറയാണ് അവിടെ മഹാരാജാവിന്റെയും മഹാറാണിയുടെയും രാജ്യമാണ് നടക്കുന്നത്. വജീർ ആദി വഹാ കൊത്തിഹി നഹി. മന്ത്രിയൊന്നും അവിടെ ഇല്ലേ ഇല്ല. കായ്ദ നഹി ഹെ. അങ്ങനെ ഒരു നിയമവും ഇല്ല. ജബ് പതീത് ബൻതേ ഹോ തബ് വജീർ ആദിക്ക് ദർക്കാർ രഹത്തി ഹെ. എപ്പോഴാണ് നമ്മൾ പതീതരായിട്ട് മാറുന്ന, രാജാവ് പോലും പതീതരായി തീരുന്നത്, അപ്പോഴാണ് ഒരു മന്ത്രിയുടെ ആവശ്യകത വരുന്നത്. രാജാവ് പതീതമാകുമ്പോഴാണ് മന്ത്രിയുടെ ആവശ്യകത വരുന്നത്. അഭി തോ ഏകേക രാജധാനി കോ കിത്തനെ മന്ത്രി ഹെ. ഈ കാലല്ലേ, പിന്നീട് എന്താണ്, മുമ്പുള്ള കാലഘട്ടത്തിൽ എന്തായിരുന്നു, ഓരോരോ രാജധാനിയിലും ഓരോരോ രാജാവിന് എത്ര മന്ത്രിമാരുണ്ടായിരുന്നു. സത്യത്തില് മന്ത്രിമാരില്ല. ഏകയ്ക്ക് മത്ത് ഞാൻ മില്ലേ ദൂസരേസെ. ഒരാളുടെ അഭിപ്രായം ഒരിക്കലും മറ്റൊരാളുടെ അഭിപ്രായമായിട്ട് യോജിക്കുന്നതല്ല, അല്ലെ, ചേരില്ല. തോ കിത്തന മതഭേദമേ ആജാത്തെ ഹെ. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള വ്യക്തികൾ എത്രമാത്രം അഭിപ്രായ ഭിന്നതയിലേക്ക് വരുന്നുണ്ട്. തോ അഭി തും ബच्चे जानते हो ബാബ ഹംകോ പഠാ രഹി. നമ്മൾ കുട്ടികൾക്കറിയാം ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ, നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ പഠിക്കുന്നത്? മനുഷ്യസെ ദേവത ബന്നേക്കലി. അല്ലെ, ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. ബാബ കഹത്തെ ഹെ സഭി അപ്നെ കോ ആത്മ സംജോ. ബാബ എന്താ കുട്ടികളോട് പറയുന്നേ? എല്ലാവരും സ്വയത്തിനെ ആത്മാവെന്ന് മനസ്സിലാക്കൂ. അല്ലെ, ബാബ കുട്ടികളോട് പറയുന്നത് എല്ലാവരും സ്വയത്തിനെ ആത്മാവെന്ന് മനസ്സിലാക്കൂ. ദേഖേ ബാൻ സബ് സംബന്ധിക്കു ഭൂൽജാവൂ. ദേഹബോധത്തെ മറക്കൂ, എല്ലാ സംബന്ധികളെയും മറക്കൂ. അല്ലെ, സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കൂ, ആ ശരീര സ്ഥിതിയിൽ ഇരിക്കൂ, ഈ ദേഹത്തിന്റെ സംബന്ധങ്ങളെ മറക്കൂ. ഏക്ദം ബെഗർ ബൻഗേ. എല്ലാം മറക്കൂ, അല്ലെ, ഒന്നും എന്റെ അല്ല, അല്ലെ, എല്ലാം നിന്റെയാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് യാചകനായിട്ട് മാറും, ഒന്നും ഇല്ലാത്തവരായിട്ട് മാറും. സബ് കുച്ച് ദേ ദിയ. എല്ലാം ബാബയ്ക്ക് നൽകി കഴിഞ്ഞു. ശരീർ ബി ദേ ദിയ ബാക്കി ക്യാ രഹ. നമ്മുടെ ശരീരവും ബാബയ്ക്ക് കൊടുത്തു, ഇനി ബാക്കി എന്താ ഉള്ളത്? കുച്ച് ബി നഹി, വേറെ ഒന്നും തന്നെ ഇല്ല. പരംപിത പരമാത്മാ കഹത്തെ ഹെ മേ ആത്മാവോ സെ ബാത് കർത്താ. പരമപിത പരമാത്മാവ് നമ്മളോട് പറയാണ്, ഞാൻ ആത്മാക്കളോട് സംസാരിക്കുന്നു. ആത്മാവോക്കോ ലേ ജാനാ ഹെ. ബാബ പറയാണ്, ഞാൻ ആത്മാക്കളോട് സംസാരിക്കുന്ന, ആത്മാക്കളെ പഠിപ്പിക്കുന്നേ, ആത്മാക്കളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നേ, ആത്മാക്കളെയാണ് ഞാൻ വീട്ടിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നേ. ബസ് ശരീർ കാ ബാൻകോ ഭൂൽത്തെ ജാവോ. അതുകൊണ്ട് ഇവിടെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? ബാബ ആത്മാക്കളോട് സംസാരിക്കുന്നത്, കുട്ടികളെ ദേഹബോധത്തെ മറന്നുകൊണ്ടേ പോകണം, ദേഹബോധത്തെ മറന്നുകൊണ്ടേ പോകണം. ഇതിലാണ് നമുക്ക് പരിശ്രമം. ബാബ് കഹത്തെ ഹെ മീठे बच्चों सारा कल्प तुम देह अभिमानी हो रहे हो. അല്ലേ, ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ മുഴുവൻ കൽപ്പത്തിലും അല്ലെ എന്താണ്, കുറെ സമയം നിങ്ങൾ ദേഹാഭിമാനികൾ തന്നെയായിരുന്നു. മുഴുവൻ കൽപ്പത്തിലും ഏറെ സമയം നിങ്ങൾ ദേഹാഭിമാനികളായിരുന്നു. ലൗകിക് ബാപ്കോ ഹി യാദ് കിയ. ലൗകിക അച്ഛനെയാണ് നിങ്ങൾ ഓർമ്മിച്ചത്. അപ്പൊ ദേഹി അഭിമാനി ബൻ മേരക്കോ യാദ് കരോ. ഇപ്പോൾ നിങ്ങൾ ആത്മാഭിമാനികളായിട്ട് എന്നെ ഓർമ്മിക്കൂ. മേരി യാദ് സെഹി ബൽ മിലേക. എന്റെ ഓർമ്മയിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നത്. ഹേ ബച്ചേ, ഹേ ആത്മായെ മാം ഏകം യാദ് കരോ ദൂസരനെ കോയി. അല്ലെ, ഹേ കുട്ടികളെ, ഹേ ആത്മാക്കളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ, രണ്ടാമത് ആരും തന്നെ ഇല്ല. ഭൂൽ ചുക്കേ ബി ഓർ കൊയ്ക്കു യാദ് നഹി കർണ. അറിയാതെ പോലും നിങ്ങൾ വേറെ ആരെയും ഓർമ്മിക്കരുത്. ആരെ മാത്രം ഓർമ്മിക്കാവൂ? അറിയാതെ പോലും കുട്ടികളെ നിങ്ങൾ വേറെ ആരെയും ഓർമ്മിക്കരുത്. ഒരേ ബാബയെ മാത്രം ഓർമ്മിക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ ദൃഢവ്രതമായിരിക്കും, അല്ലെ. ഒരേ ഒരു ബാബ, രണ്ടാമത്തെ ആരും, ഒരു ദേഹധാരികളെയും ഓർമ്മിക്കരുത്. പ്രതിജ്ഞ കർത്തേ ഹോ.
ഈ പ്രതിജ്ഞ നിങ്ങൾ ചെയ്യുന്നില്ലേ? ബാബ മേരത്തോ ആപ് ഏകി ഹോ. ബാബ എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. ഹം ആത്മാ ഹേ ആ പരമാത്മാവോ. നമ്മൾ ആത്മാവാണ്, അങ്ങ് പരമാത്മാവാണ്. ആപ്നെ ബത്ലായ ഹേ ആത്മാ ഹമാരെ ബച്ചേ. അല്ലെ, താങ്കളാണ് അല്ലെ, ബാബയാണ് ഞങ്ങളോട് പറഞ്ഞത്. ബാബയാണ് നമ്മൾ കുട്ടികളോട് പറഞ്ഞത്. എന്താ ബാബ നമ്മളോട് പറഞ്ഞേ? മക്കളെ, നിങ്ങൾ എന്റെ കുട്ടികളാണ്. അപ്പൊ രാവൺ കെ ദുഃഖ സെ തുമക്കോ ലിബറേറ്റ് കർ വാപ്പസ് ലേ ജാനെ ആയാ ഹോ. രാവണന്റെ ദുഃഖത്തിൽ നിന്നും കുട്ടികളെ രക്ഷിച്ച് ലിബറേറ്റ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ബച്ചോങ്കോ ധീരജ് തരണ ഹേ. ഇപ്പോൾ കുട്ടികൾ വളരെയധികം ക്ഷമയോടുകൂടി ഇരിക്കണം, വളരെ ധൈര്യത്തോടു കൂടി ഇരിക്കണം. അപ്പൊ രാജധാനി വാപ്പസ് സ്ഥാപന ഹോ ജായേഗി तो फिर ये महामारी महाभारत ലഡായി ലഗേഗി. അല്ലേ, ബാബ പറയാണ് രാജധാനി ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ബാബ പറയും പിന്നീട് എന്ത് സംഭവിക്കും? രാജധാനി ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു, പിന്നീട് മഹാഭാരത യുദ്ധം ഇവിടെ സംഭവിക്കും. തബ്ഹി കലിയുഗ് ബദൽ സത്യുഗ് ഹോ സക്താ ഹൈ. അപ്പോഴാണ് അല്ലെ, മഹാഭാരത യുദ്ധം ഇവിടെ ഉണ്ടാകുമ്പോഴാണ് കലിയുഗം മാറി സത്യുഗം ഇവിടെ ഉണ്ടാകുന്നത്. കലോങ്കാക്കാർ ടേരന്. ബാബ പറയാണ് അങ്ങനെ മഹാഭാരത യുദ്ധം ഉണ്ടാകുമ്പോ അല്ലെ, അവസാനം എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകാൻ ശിവബാബ ആരാണ്? കാലന്റെയും കാലൻ മഹാകാൽ. മേ ബാപ് ഭി ഹൂം ശിക്ഷക് ഭി ഹൂം പതിത പാവൻ ഭി ഹൂം. ബാബ പറയാണ് ഞാൻ അച്ഛനാണ്, ഞാൻ അധ്യാപകനാണ്, ഞാൻ പതിത പാവനനാണ്, ഞാൻ മഹാകാലനുമാണ്. കഹാലേ ജാവുക, എവിടേക്കാ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക? മീട്ടെ ബച്ചെ മുക്തിധാം ലേ ജാവും. മധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങളെ മുക്തിധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. യഹാസെ മുക്ത ഹോഗേ തോ സ്വർഗമേ ആയേഗേ. ബാബ പറയാണ് ഇവിടെ നിന്ന് നിങ്ങൾ മുക്തമായി കഴിഞ്ഞാൽ, മോചിതരായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ സ്വർഗത്തിലേക്ക് വരും, മുക്തിയിലേക്ക് പോകും, പിന്നെ സ്വർഗത്തിലേക്ക് വരും. തും പഠിത്തേ ഹോ ഭവിഷ്യ ദേവി ദേവത ബന്നെ. നമ്മളിവിടെ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഭാവിയിലെ ദേവി ദേവതകളാകാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്. അപ്പൊ തും ബ്രാഹ്മൺ ഈശ്വരീയ സന്താനം. നമ്മൾ ബ്രാഹ്മണർ ഈശ്വരീയ സന്താനങ്ങളാണ്. സബ് കഹത്തെ ഹേ ഹം ബ്രാഹ്മണ ഹേ ഈശ്വരീയ സന്താനം. എല്ലാവരും പറയും ഞങ്ങൾ ബ്രാഹ്മണർ ഈശ്വരീയ സന്താനങ്ങളാണ്. ബ്രഹ്മാക്ക് ഔലാദ് ബായി ബഹൻ. ബ്രഹ്മാവിന്റെ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്? പരമാത്മാവിന്റെ സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാ ബായി ബായി ആണ്. ബ്രഹ്മാവിന്റെ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരന്മാരാണ്. വികാരമേ ജാനകി ശക്തി. സഹോദരിക്ക് സഹോദരനും വികാരത്തിലേക്ക് പോകുവാൻ സാധ്യമല്ല. ഹം ഈശ്വരീയ പോത്രേ പോത്രിയാഹി. നമ്മൾ ഈശ്വരന്റെ പേരക്കുട്ടികളാണ്. ഉൻസേഹം പരമാത്മാവിന്റെ പേരക്കുട്ടികളാണ്. ഉൻസേഹം വർഷ ലേരഹി. പരമാത്മാവിൽ നിന്നാണ് നമ്മൾ സ്വത്ത് നേടിക്കൊണ്ടിരിക്കുന്നത്. ജിത്നാ ജോ പുരുഷാരത് കരെങ്കിൽ ഉത്തര പദ് പായെങ്കിൽ. എത്രമാത്രം നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നു അത്രയും നമുക്ക് പദവി നേടാൻ കഴിയും. കൽപ്പ കൽപ്പ പുരുഷാരത് കിയാ ഹോഗ അബ് തും പുരുഷാരത് കർനെ ലഗ് പടേങ്കി. കൽപ്പകൽപ്പം നമ്മൾ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഇസ്മേ സാക്ഷി രഹനേക്ക അഭ്യാസ് ചായേ. ഇവിടെ കുട്ടികൾക്ക് ഏതൊരു അഭ്യാസം വേണം? സാക്ഷി സ്ഥിതിയിൽ ഇരിക്കാൻ കുട്ടികൾ അഭ്യസിക്കും. സാക്ഷി സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിരിക്കുക. വേറിട്ടിരുന്ന് എല്ലാം നോക്കിക്കാണുക, അല്ലേ? വേറിട്ടിരുന്ന് നോക്കിക്കാണുക, ഒന്നിലും ഒട്ടിപ്പിടിക്കാതെ വേറിട്ടിരുന്ന് എല്ലാം നോക്കിക്കാണുന്ന ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിട്ട് നമ്മൾ മാറണം. സാക്ഷി സ്ഥിതിയിൽ ഇരിക്കണം, ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആകും. അതായത് ബാബയുടെ കൂടെ ഇരുന്നാൽ മതി, നമ്മള് എപ്പോഴും ബാബയുടെ കൂടെ അഭ്യസിക്കുക. അല്ലേ, ഞാൻ ബാബയുടെ കൂടെയാണ് ഞാൻ എപ്പോഴും. അപ്പൊ ബാബ എങ്ങനെയാണ്? അവിടെ ഇരുന്ന് എല്ലാം സാക്ഷിയായിട്ട് കാണും. അതേപോലെ ബാബയുടെ കൂടെയാണ് ഞാനെന്ന് എപ്പോഴും നമ്മൾ അഭ്യസിക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് ആരെയാകും? ഡിറ്റാച്ച്ഡ് ഒബ്സർവർ, സാക്ഷിയാകും.
जितना जो पुरुषार्थ करेंगे उतना पद पाएंगे. എത്രത്തോളം കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നു അത്രയും പദവി പ്രാപ്തമാക്കാൻ കഴിയും. കൽപ്പ കൽപ്പ പുരുഷാർത്ഥ കിയാ ഹോഗ अब तुम പുരുഷാർത്ഥ करने लग पड़ेंगे. കൽപ്പം പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും പുരുഷാർത്ഥം ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നുവെച്ചാല് നമ്മൾ ഇപ്പോഴും പുരുഷാർത്ഥം ചെയ്യുകയാണ്. तो साक्षी होकर देखो हर एक कितना पुरुषार्थ करते हैं. സാക്ഷിയായിട്ട് നോക്കിക്കാണും ഓരോ കുട്ടികൾ എത്രമാത്രം പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. കഹാൻ തക്ക് ഫോളോ करते हैं, എത്രമാത്രം ഫോളോ ചെയ്യുന്നുണ്ട്. കൊയ്ക്കെ നാമരൂപമേ നഹി അടക്ന ഹി, ആരുടെയും പേരിലും രൂപത്തിലും കുടുങ്ങിക്കിടക്കരുത്. സിവായി ബാക്കി, ആത്മീയ അച്ഛൻ്റെതല്ലാതെ ആരുടെയും നാമത്തിലും രൂപത്തിലും കുടുങ്ങിക്കിടക്കരുത്. കൊയ് യാതിന ആയി, ഒരു വ്യക്തിയുടെയും ഓർമ്മ മനസ്സിലേക്ക് വരരുത്. ബാപ് കഹത്തെ ഹേ ബച്ചേ मैं तुम्हें രാജ്യം സിഖലായി പാവൻ ബനാക്കർ സാത്ത് ലേ ജാഊംഗാ. ബാബ പറയാണ്, കുട്ടികളെ ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ച് പാവനമാക്കി മാറ്റി വീട്ടിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ടു പോകും. അഭി തും സമജ്തേ ഹോ ബരോബർ കൽപ്പ് കൽപ്പ് ഹംകോ ബാപ് സേ വർഷ മിൽതാ ഹൈ. അല്ലേ, നമുക്കറിയാം അല്ലേ, കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൽപ്പം നമ്മൾ ബാബയിൽ നിന്നും ശിക്ഷണം നേടി, അല്ലെ, ശിക്ഷണം നേടുന്നുണ്ട്. കൽപ്പം നമ്മൾ ശിക്ഷണം നേടുന്നുണ്ട് രാമയെ അനുസരിച്ച്. തും ദ്രൗപദിയാങ്കോ ഓർ കോയി സുഖക്കാ രാജ്യ നഹി. അല്ലെ, ബാബ പറയാണ്, നമ്മളാണ് ദ്രൗപദികൾ, വേറെ ആരും തന്നെ സുഖത്തിന്റെ രാജ്യം നേടുന്നില്ല. ബാബ പറയാണ്, ഏ കോയി സുഖക്കാ രാജ്യ നഹി, ഈ രാജ്യം സുഖത്തിന്റെ രാജ്യമല്ല, ഇത് ദുഃഖത്തിന്റെ രാജ്യമാണ്, ഇത് ദുഃഖധാമമാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങൾ ദേഹധാരികളെ ഓർമ്മിക്കരുത്, നിങ്ങൾക്ക് ദുഃഖമായിരിക്കും ലഭിക്കുന്നത്, ദേഹധാരികളിൽ കുടുങ്ങരുത് എന്നൊക്കെ പറയുന്നതിനാണ് ദുഃഖം മാത്രമേ ലഭിക്കുള്ളൂ. ഇസ്തർ കഹാനി ബി ബനായി ഹുയി ഹെ, ഇതിലെ കഥ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി റിയാലിറ്റിയുമേ സംജാത്തെ ഹെ, ബാബ കുട്ടികൾക്ക് അല്ലെ റിയാലിറ്റിയിൽ മനസ്സിലാക്കി തരാണ്. തും അബ് ബാപ്സെ വർഷ ലേ രഹി, നമ്മൾ കുട്ടികൾ ഇപ്പോൾ ബാബയിൽ നിന്നും സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. സബ്കോ ദുബൻസെ നിക്കാൽത്തെ ഹെ, നമ്മള് എല്ലാവരെയും ചെളിക്കുണ്ടിൽ നിന്നും രക്ഷിക്കുകയാണ്. ചെളിക്കുണ്ടിൽ മുങ്ങിക്കിടക്കുക, അവരെല്ലാം അതിൽ നിന്ന് പുറത്തെടുക്കാണ്. സബ കാമചിതാപ്പർ ബൈട്ട് ജൽ മരേഹെ, എല്ലാവരും കാമചിതയിൽ ഇരുന്ന് കറുത്തുപോയി. തുമാരെ സിർപ്പർ ജ്ഞാനിക്ക് വർഷ ഹോരഹി. ബാബ പറയാണ്, നമ്മുടെ ശിരസിൽ ജ്ഞാനത്തിന്റെ അല്ലെ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശിരസിലേക്ക് ജ്ഞാനത്തിന്റെ മഴ പെയ്തുകൊണ്ടിരിക്കും. ബാബ വന്നിട്ട് എന്നും നമ്മളെ ജ്ഞാനം ചൊരിയാണ്, നമ്മളിലേക്ക് ജ്ഞാനത്തിന്റെ മഴ പെയ്യാണ്. ബാബ് കഹത്തെ ഹേ ഏ മേരെ ബച്ചേ ജൽക്കർ കാക്ക് ഹോഗേ. ബാബ പറയുന്ന, എന്റെ കുട്ടികള് കാമചിതയിലിരുന്ന് കത്തി ചാമ്പലായി ഭസ്മമായി പോയി. തുമേ ആയാ ഹോ സബ്കോ ലിബറേറ്റ് കർ സാത്ത് ലേ ജാഊംഗാ. ഇത് ദുഃഖത്തിന്റെ ധാമമായി തീർന്നു. കാരണം പഞ്ചവികാരങ്ങൾക്ക് അടിമപ്പെട്ട് അല്ലെ കർമ്മങ്ങൾ ചെയ്ത ആത്മാവ് പാപാത്മാക്കളായി ദുഃഖധാമത്തിൽ പെട്ടുപോയി. ബാബ പറയുന്നു, ബാബ വന്നിട്ട് എന്ത് ചെയ്യാണ്, എല്ലാ കുട്ടികളുടെയും വിമോചകനാണ്, എല്ലാ ആത്മാക്കളുടെയും വിമോചകനാണ് ബാബ. ബാബ വന്നിട്ട് എല്ലാവരെയും ലിബറേറ്റ് ചെയ്യാണ്, അല്ലെ, അങ്ങനെ എല്ലാവരെയും ലിബറേറ്റ് ചെയ്തിട്ട് മുക്തമാക്കുകയാണ്. മനുഷ്യർക്കോ ഏ പതാ നഹി, മനുഷ്യർക്ക് ഈ കാര്യം അറിയില്ല. അബ് തും ഗോർ അന്ധിയാരെ സെ നിക്കൽ ആയേ ഹോ, നമ്മളിപ്പോൾ ഘോരാന്ധകാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അബ് ബാബ് കഹത്തെ ഹേ മുझे യാദ് കരോ. അപ്പോൾ ബാബ പറയാണ്, എന്നെ ഓർമ്മിക്കൂ. ഗർക്കോ യാദ് കരോ, വീടിനെ ഓർമ്മിക്കൂ. തും ആത്മായെ ഗർക്കോ അല്ലെ ഭൂൽ ഗയി ഹെ. അപ്പൊ ബാബയെ ഓർമ്മിക്കണം, വീടിനെ ഓർമ്മിക്കണം, അല്ലേ. നമ്മൾ ആത്മാക്കൾ നമ്മുടെ വീട് മറന്നുപോയിരിക്കുകയാണ്. ഗാത്തേബി ഹെ മൂൽവദൻ സൂക്ഷ്മവദൻ, മഹിമ പാടുന്നുണ്ട്, മൂലവദനം സൂക്ഷ്മവദനം. മൂൽവദൻമേ സഭി ആത്മായെ രഹത്തി, മൂലവദനത്തിലാണ് എല്ലാ ആത്മാക്കളും നിവസിക്കുന്നത്. ആത്മാ ക്യാ ഹെ, പരമാത്മാ ക്യാ ഹെ, മൂൽവദൻ ക്യാ ഹെ, കുച്ച് ഭി നഹി ജാൻ. ആത്മാക്കളുടെ നിവാസസ്ഥാനമാണ് മൂലവദനം. പക്ഷേ ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്, മൂലവദനം എന്താണ് എന്ന് ഒന്നും അറിയില്ല. वो तो आत्मा से परमात्मा के सब खेल ही खलास कर देते हैं.
ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കളിയും അവിടെ സമാപ്തമാക്കുകയാണ്. ബാബ കഹത്തെ ഹേ യേ ഭി ഡ്രാമ മേ നോത് ഹേ. ഇവിടെ ബാബ പറയാണ് ഇത് ഡ്രാമയിൽ ഫിക്സഡ് ആണ്. ഈ സമയം ജോ ഹോത്താ ഹേ ഏക് സെക്കൻഡ് ബീത്താ ഹേ वो ഡ്രാമ ഫിർ സെ റിപ്പീറ്റ് ഹോത്താ ഹേ. ഈ സമയത്ത് എന്താണോ കഴിഞ്ഞു പോകുന്നത് അല്ലെ, ഓരോ സെക്കൻഡുകളും കടന്നു പോകുമ്പോൾ ഈ നാടകം ഇവിടെ പുനരാവർത്തിക്കപ്പെടുകയാണ്. ബാബായിട്ട് പഠാത്തെ ബാബയാണ് വന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ये रिपीटेशन का राज भी बाप ने समझाया है. പുനരാവർത്തിക്കപ്പെടുന്ന ഈ നാടകത്തെ കുറിച്ച് ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. ऐसे नहीं कि ड्रामा में जो मेरा भाग्य होगा वो मिलेगा. അങ്ങനെയല്ല ഈ നാടകത്തില് നമുക്ക് എന്ത് ഭാഗ്യമാണോ ഉള്ളത് അത് ലഭിക്കും, അങ്ങനെയല്ല. ഡ്രാമ അനുസാർ ആക്ട് ചലത്തി ഹേ तो हम पुरुषार्थ क्या करें. അല്ലെ, ഡ്രാമ അനുസരിച്ചിട്ട് ഇവിടെ ആക്ട് നടക്കുകയാണ് അല്ലെ. അപ്പൊ ഡ്രാമ അനുസരിച്ച് മാത്രമാണ് എല്ലാവരുടെയും പാർട്ട് നടക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ പുരുഷാർത്ഥം ചെയ്യാം? അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്റെ ഭാഗ്യത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് ലഭിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കരുത്. എന്റെ ഭാഗ്യത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും എന്ന്, എന്റെ ഭാഗ്യം നിർമ്മിക്കേണ്ടത് ഞാനാണ് അല്ലെ. അപ്പൊ ഈ ഡ്രാമയില് ആക്ട് നടക്കാണ് അല്ലെ. അപ്പോ അത് പുനരാവർത്തിക്കപ്പെടുന്നതാണ്. പക്ഷെ നമ്മൾ വിചാരിക്കാണ് അപ്പൊ ഞാനിതിനെ പുരുഷാർത്ഥം ചെയ്യുന്ന എന്റെ ഭാഗ്യത്തിലുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. അപ്പൊ പുരുഷാർത്ഥം ചെയ്തെങ്കിൽ മാത്രമേ ഭാഗ്യം ഉണ്ടാകുള്ളൂ. സംജിനെ വാലെ ബി ഹേ. അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന കുട്ടികളുണ്ട് എന്റെ ഭാഗ്യത്തിലുണ്ടെങ്കിൽ. സാക്ഷി ഹോ ദേഖ്ന ബി ഹേ. സാക്ഷിയായിട്ട് നോക്കി കാണണം. കോൺ തീവ്ര പുരുഷാർത്ഥം കർത്തേ ഹേ കോൺ അച്ഛ പദ് പാ സകേ. ആരാണ് തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്നത്, ആർക്കാണ് നല്ല പദവി നേടാൻ കഴിയുന്നത്? ബാബ് ദ്വാര കോൺ പൂര പുരുഷാർത്ഥ വർസലെത്തി. ബാബ പറയാണ് സാക്ഷിയായിട്ട് നോക്കി കാണണം ഏത് കുട്ടികളാണ് നല്ല തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്നത്, ആരാണ് ഉയർന്ന പദവി കരസ്ഥമാക്കുന്നത് അല്ലെ. അതായത് അല്ലെ, കുട്ടികൾ എത്രമാത്രം ബാബയുടെ സേവ ചെയ്യുന്നുണ്ട്, ഏത് കുട്ടികളാണ് ബാബയിൽ നിന്നും പൂർണ്ണമായിട്ടും സ്വത്തിന്റെ അധികാരിയായിട്ട് മാറുന്നത്. സാക്ഷി ഹോ പുരുഷാർത്ഥ കർണ ഹേ. സാക്ഷിയായിരുന്നു പുരുഷാർത്ഥം ചെയ്യുകയും വേണം, പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുകയും വേണം. സാക്ഷി ഹോ ദേഖ്ന ഹേ യേ കിത്നി സർവീസ് കർത്തേ. അപ്പൊ സാക്ഷിയായിട്ട് കാണണം അല്ലെ, നമ്മൾ എത്രമാത്രം സേവനം ചെയ്യുന്നുണ്ട്. കിത്നോക്കോ ആപ് സമാൻ ബനാത്തെ. എത്ര പേരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നുണ്ട്. ബാപ് കാ പരിചയ ദേത്തെ ഹേ ഓരോക്കെ പുരുഷാരത് കോ ദേഖ് ഖുദ് ഭി തീവ്ര പുരുഷാരത് കർണ ഹേ. അല്ലെ, ബാബയുടെ പരിചയം നൽകണം. മറ്റുള്ളവരുടെ പുരുഷാർത്ഥം കാണുമ്പോ സ്വയം തീവ്ര പുരുഷാർത്ഥം കുട്ടികൾ ചെയ്യണം അല്ലെ. തീവ്ര പുരുഷാർത്ഥികളെ കാണുമ്പോൾ നമ്മൾ തീവ്ര പുരുഷാർത്ഥം ചെയ്യണം. अच्छा मीठे मीठे सिक्के लते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, देह देह के संबंधों को पूरा बेगर बना है. ദേഹം ദേഹത്തിന്റെ സംബന്ധങ്ങളെ മറന്ന് പൂർണ്ണമായും ബഗറാകും. ദേഹം ദേഹത്തിന്റെ സംബന്ധങ്ങളെ മറന്ന് പൂർണ്ണമായും ബഗറാകണം, പൂർണ്ണമായും യാചകനാകണം. മേരെ കുച്ച് നഹി, എന്റേത് ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് അല്ലെ ആ ഒരു എല്ലാം ബാബയുടെയാണ്, ഒന്നും എന്റെയല്ല എന്നുള്ള ബോധം വേണം. ദേഹി അഭിമാനി രേനയ്ക്ക് മേനത് കർണി. ആത്മ അഭിമാനിയായിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. കിസിക്ക് നാം രൂപമേ നഹി അടക്കണേ. ആരുടെയും പേരിലും രൂപത്തിലും നാമരൂപങ്ങളിൽ കുടുങ്ങരുത്. സെക്കൻഡ് പോയിന്റ്, ഡ്രാമേ ഹോഗാ തോ പുരുഷാർത്ഥ കർ ലേംഗെ ऐसा सोचकर പുരുഷാർത്ഥ ഹീൻ നഹി ബന്ന. ഡ്രാമയിൽ ഉണ്ടെങ്കിൽ പുരുഷാർത്ഥം ചെയ്യാം, അങ്ങനെ ചിന്തിച്ചിട്ട് പുരുഷാർത്ഥഹീനരാകാൻ പാടില്ല. സാക്ഷി ഹോ പുരുഷാർത്ഥ ദൂസരോ കെ പുരുഷാർത്ഥ കോ ദേഖ്തേ തീവ്ര പുരുഷാർത്ഥി ബന്ന ഹി. സാക്ഷിയായിട്ട് മറ്റുള്ളവരുടെ പുരുഷാർത്ഥത്തെ കണ്ടുകൊണ്ട് തീവ്ര പുരുഷാർത്ഥിയായിട്ട് സ്വയം മാറണം. ഇപ്പൊ ഡ്രാമയിൽ ഉണ്ടെങ്കിൽ പുരുഷാർത്ഥം ചെയ്യാം, അങ്ങനെയല്ല. അങ്ങനെ ചിന്തിച്ചിട്ട് പുരുഷാർത്ഥഹീനരാകാൻ പാടില്ല. वरदानम. स्मृति स्वरूप के वरदान द्वारा सदा शक्तिशाली स्थिति का अनुभव करने वाले सहज पुरुषार्थी भव. സ്മൃതി സ്വരൂപത്തിന്റെ വരദാനത്തിലൂടെ സദാ ശക്തിശാലി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കൂ.
സ്മൃതി സ്വരൂപത്തിന്റെ വരദാനത്തിലൂടെ, ബാബയുടെ സ്മൃതി സ്വരൂപത്തിന്റെ വരദാനത്തിലൂടെ സദാ ശക്തിശാലി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കും. സദാ ശക്തിശാലി വിജയി വഹി രഹ സക്തേ ഹൈ ജോ സ്മൃതി സ്വരൂപേ. ആരാണോ സദാ ശക്തിശാലി വിജയിയായി മാറാൻ കഴിയുന്നത്, അല്ലെ, സ്മൃതി സ്വരൂപരായിട്ടുള്ളവർക്കാണ്. സ്മൃതി സ്വരൂപരായിരിക്കുന്നവർക്കാണ് സദാ ശക്തിശാലി വിജയിയായി മാറാൻ സാധിക്കുന്നത്. ഉനഹി സഹജ പുരുഷാർത്ഥി കാ ജാതാ ഹെ. അവരെയാണ് സഹജ പുരുഷാർത്ഥി എന്ന് വിളിക്കുന്നത്. വേ ഹർ പരിസ്ഥിതി മേ സദാ അജൽ രഹത്തെ ഹെ. അവർ ഓരോ പരിതസ്ഥിതിയിലും സദാ അജഞ്ചലരായിരിക്കുന്നു. അപ്പൊ സ്മൃതി സ്വരൂപരായിരിക്കുന്ന കുട്ടികൾ ആരെയാണ്? സദാ ശക്തിശാലിയാണ്. അവർക്കാണ് വിജയിക്കാൻ പറ്റുള്ളൂ. അവരാണ് സഹജ പുരുഷാർത്ഥി. വേ ഹർ പരിസ്ഥിതി മേ സദാ അജൽ രഹത്തെ ഹെ. അവർക്ക് ഓരോ പരിതസ്ഥിതിയിലും അജഞ്ചലമായിരിക്കാൻ കഴിയും. വെൽ കുച്ച് ഭി ഹോ ജായേ പരിസ്ഥിതി രൂപി ബഡേക്കോ ബഡാ പഹാഡ് ഭി ആ ജായേ. അല്ലെ, പരിസ്ഥിതി രൂപി ബഡേസെ ബഡാ പഹാഡ് ഭി ആ ജായേ. അപ്പൊ ബാബ പറയാണ്, എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ മുന്നിൽ വരുന്ന പരിതസ്ഥിതികൾ എത്ര വലിയതിലും വലിയ പർവ്വതമാണെങ്കിലും, നമ്മുടെ ലൈഫിൽ വരുന്ന പരിതസ്ഥിതികള് എത്ര വലിയതിലും വലിയ പർവ്വത സമാനമായ പരിതസ്ഥിതികളാണ് എങ്കിലും സംസ്കാർ ടക്കർ ഖാനയ്ക്ക് ബാദൽ ബി ആ ജായേ. സംസ്കാരങ്ങളുമായിട്ട് ഉരസുന്ന അവസ്ഥ വന്നാലും, പ്രകൃതി ബി പേപ്പറിലെ പ്രകൃതി ഇട്ടുന്ന ടെസ്റ്റ് പേപ്പർ വന്നാലും, ലേക്കിൻ അങ്കദ് സമാൻ മൻ ബുദ്ധി രൂപി പാവക്കോ ഹിരണ്യനഹിതത്തെ. അങ്കദിന് സമാനം മനോബുദ്ധികളാകുന്ന കാലിനെ ഉലയ്ക്കാൻ സമ്മതിക്കരുത്, അത് ഉലയരുത്. അല്ലെ, അങ്കദിന് സമാനം മനസ്സും ബുദ്ധിയുമാകുന്ന കാല് ഉലയരുത്. ബീത്തിക്ക് ഹൽച്ചൽ കോ ബി സ്മൃതി മേ ലാനെ കെ ബജായി ഫുൾ സ്റ്റോപ്പ് ലഗാ ദേത്തെ. അല്ലെ, കഴിഞ്ഞു പോയതിന്റെ ആ ഉലച്ചിലുകളെ സ്മൃതിയിൽ കൊണ്ടുവരാതെ ഫുൾ സ്റ്റോപ്പ് ഇടണം. കഴിഞ്ഞു പോയതിന്റെ ആ ഉലച്ചിലുകളെ പോലും നമ്മുടെ സ്മൃതിയിലേക്ക് കൊണ്ടുവരാതെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ കഴിയണം. ഉൻകെ പാസ് കബി അൽബേലാപ്പൻ ആനഹി സക്ത. അങ്ങനെയുള്ള കുട്ടികളുടെ അടുക്കിലേക്ക് ഒരിക്കലും അലസതയ്ക്കോ ആലസ്യത്തിനോ വരുവാൻ സാധ്യമല്ല. അല്ലെ, അലസതയ്ക്ക് വരുവാൻ സാധ്യമല്ല. അപ്പോ അങ്ങനെ നമ്മൾ ശക്തിശാലിയാകണമെങ്കിൽ എന്ത് വേണം? സ്മൃതി സ്വരൂപരായിരിക്കും. സർവശക്തനായ അച്ഛനെ സ്മരിക്കണം. ആ സ്മൃതിയുടെ സ്വരൂപമായിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? സദാ ശക്തിശാലിയായിരിക്കാൻ, സദാ വിജയിയായിരിക്കാൻ, ഓരോ ചൂടിലും വിജയത്തിന്റെ അനുഭവം ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ സദാ സ്മൃതി സ്വരൂപരായിരിക്കുന്ന കുട്ടികൾ, അല്ലെ, ബാബയുടെ കൂടെ വസിക്കുന്ന കുട്ടികൾ, ബാബ എപ്പോഴും കൂടെയുണ്ടെന്ന് സ്മരിക്കുന്ന കുട്ടികൾ, ആ പരമപ്രകാശ രൂപനെ എപ്പോഴും ഓരോ കർമ്മം ചെയ്യുമ്പോഴും, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, അല്ലെ, ബാബയുടെ സ്മൃതി സ്വരൂപരായിരിക്കുന്ന കുട്ടികൾ, അവര് സഹജ പുരുഷാർത്ഥികളാണ്, ശക്തിശാലികളാണ്, അവര് വിജയികളാണ്. അവർക്ക് ഓരോ പരിതസ്ഥിതിയിലും സദാ അചഞ്ചലരായിരിക്കാൻ കഴിയും. എന്ത് തന്നെ സംഭവിച്ചാലും, അല്ലെ, പരിതസ്ഥിതി എത്ര വലിയതിലും വലിയ പർവ്വത സമാനമായിട്ട് അവരുടെ മുന്നിൽ വന്നാലും, അല്ലെ, സംസ്കാരങ്ങൾ തമ്മിലുള്ള ഉരസലുകൾ ഉണ്ടായാലും, പ്രകൃതി ടെസ്റ്റ് പേപ്പറുമായിട്ട് വന്നാലും, അവർക്ക് അങ്കദന് സമാനം അചഞ്ചലമായിട്ട് മനസ്സും ബുദ്ധിയും അവരുടെ അചഞ്ചലമായിരിക്കും. അവരുടെ മനസ്സും ബുദ്ധിയാകുന്ന കാലിനെ ഒരിക്കലും ഉലയ്ക്കുവാൻ കഴിയില്ല. അപ്പൊ കഴിഞ്ഞുപോയ ഉലച്ചിലുകളെ പോലും സ്മൃതിയില്, അല്ലെ, കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? എന്തെല്ലാം കഴിഞ്ഞു പോയോ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടണം. അല്ലെ, അങ്ങനെയുള്ള കുട്ടികൾ ആരാണോ അവരുടെ അടുക്കിലേക്ക് അലസതയ്ക്ക് കടന്നു വരുവാൻ സാധിക്കില്ല. സ്ലോഗൻ: ജ്ഞാനിക്ക് പരാകാഷ്ഠ പർ പഹുഞ്ചന ഹേതു ഗുപ്ത രൂപസെ പുരുഷാരത്ത്. ജ്ഞാനത്തിന്റെ ആ അത്യുന്നതാവസ്ഥയിലേക്ക്, അല്ലെ, പരാകാഷ്ഠ, ജ്ഞാനത്തിന്റെ ആ പരാകാഷ്ഠയിലേക്ക്, അത്രയും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഗുപ്തമായി പുരുഷാർത്ഥം ചെയ്യും. ഉള്ളിന്റെ ഉള്ളിൽ പുരുഷാർത്ഥം ചെയ്യണം. അത്രയും നമ്മൾ പുരുഷാർത്ഥം ചെയ്താലേ നമുക്ക് ജ്ഞാനത്തിന്റെ ആ സ്വരൂപമായ ഉന്നതമായ നമ്മുടെ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓം ശാന്തി. നാളെ രാവിലെ ക്ലാസ് ഉച്ചയ്ക്ക് 2 മണി.